രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വാഭാവിക റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിലൊന്ന് കോട്ടയം എന്ന് തന്നെ പറയാം. കോട്ടയംകാരനായ ഒരാൾ തന്നെ ഇപ്പോൾ റബ്ബർ ബോർഡിൻ്റെ ചെയർമാനായി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കോട്ടയംകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷയാണ് ഈ ബഡ്ജറ്റ് കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൻ്റെ സമയത്തും കർഷകരൊക്കെ പങ്കുവച്ചത്. അപ്പോൾ കർഷകരുടെ ഒരു പ്രതീക്ഷകൾ ഒരു കർഷകൻ എന്ന നിലയിൽ അറിയാവുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇനി ഈ റബ്ബറിൻ്റെ വിലയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആളുകളുടെ ആശങ്കകൾ പ്രധാനമായിട്ടുള്ളത്. ആ ആശങ്കകളെ എത്തരത്തിൽ പരിഹരിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കേരളത്തിലെ ജനങ്ങളെ പൊതുവെ രാഷ്ട്രീയക്കാർ ധരിപ്പിച്ചിരിക്കുന്നത് അവർക്ക് എപ്പോഴും ഈ സബ്സിഡി എന്നുള്ള നിലയിൽ കിട്ടും എന്നുള്ളതാണ് അവരെ ധരിപ്പിച്ചിരിക്കുന്നത്. അത് കേരള സർക്കാർ ആയിക്കോട്ടെ, കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ, ആർക്കാണെങ്കിലും സബ്സിഡി കൊടുത്തുകൊണ്ട് ഒരു കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. സ്വാഭാവികമായും വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ ഈ കർഷകരുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് അൺടാപ്ഡ് സ്ഥലങ്ങൾ കിടക്കുകയും ആവർത്തന കൃഷികൾ നടത്താതിരിക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഉൽപ്പാദന മേഖല വർദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. നമുക്ക് ഇറക്കുമതി ചെയ്യാതെ ഭാരതത്തിൽ ഇപ്പോൾ നമുക്ക് വേണ്ട 5 ലക്ഷം ടൺ റബ്ബറാണ് നമുക്ക് ഇറക്കുമതി വേണ്ടി വരുന്നത്. നമുക്ക് വേണ്ട ഉപഭോഗത്തിൽ നമുക്ക് 6 ലക്ഷത്തി അല്ലെങ്കിൽ പരമാവധി 7 ലക്ഷം ടൺ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ 12 ലക്ഷം അടുത്താണ് നമുക്ക് വേണ്ട മെട്രിക് ലക്ഷം ടൺ. അപ്പോൾ അതുകൊണ്ട് അത് പരമാവധി ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട്, കാരണം ആളുകളെ സംബന്ധിച്ച് ഇത് കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ സർക്കാരുമായിട്ടൊക്കെ ആലോചിച്ചുകൊണ്ട് റബ്ബർ ബില്ല് വരുമ്പോൾ അത് ഫലപ്രദത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു വിഷൻ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ അതിന് വേണ്ടിയിട്ട് പരമാവധിയുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് ചെയ്യാൻ. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് റബ്ബർ ഷീറ്റ് ഉൽപ്പാദനം കുറഞ്ഞിട്ട് ആളുകൾ കൂടുതലായും ഈ ചിരട്ടപ്പാലിലേക്കും അല്ലെങ്കിൽ ലാറ്റക്സായും ഒക്കെ വിൽക്കുന്ന ഒരു സാഹചര്യമാണ്. വീണ്ടും തിരിച്ച് റബ്ബർ ഷീറ്റ് ഉൽപ്പാദനത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതികൾ റബ്ബർ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടാകുമോ? അതിൻ്റെ ഏറ്റവും വലിയ പ്രധാന തൊഴിലാളികളെ കിട്ടാനില്ലാത്തതാണ് അതിൻ്റെ പ്രശ്നം. ഒന്ന് അവരുടെ കൂലി, ഇതെല്ലാം വിഷയമാണ്. അതിനനുസരിച്ചുള്ള ഒരു തുക അവർക്ക് കിട്ടാത്തതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, റബ്ബറിന് സ്വാഭാവികമായും ശരാശരി വളം നിൽക്കുന്ന ഒരു സാഹചര്യം വരികയും ഈ തൊഴിലാളികളെ അവർക്ക് ലഭ്യമാക്കുന്ന മുറയ്ക്ക് ഉള്ള ഇപ്പോൾ കാരണം ഞാൻ പറഞ്ഞല്ലോ, ആളുകളില്ലാത്ത സ്ഥലത്ത് ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്തുകൊണ്ട് RPS ഒക്കെ ആയിട്ട് ആലോചിച്ചുകൊണ്ട് ഉടനടി എന്നുള്ളതല്ല, നമുക്ക് എന്തിനും ഒരു പരിഹാരം കേരള സർക്കാരുമായി ഒക്കെ ചേർന്നുകൊണ്ട് അവരുടെ പദ്ധതികളും എല്ലാം നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഈ യുവാക്കളെ ഈ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ റബ്ബർ കൃഷിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനുള്ള ആലോചനകളെ പറ്റി എന്താണ് ഒരു കാഴ്ചപ്പാട്? യുവാക്കളെ സംബന്ധിച്ച് റബ്ബർ കൃഷി എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ടാപ്പിംഗ് നമുക്കറിയാം. ആളുകളുടെ വീടുകളിൽ ചെന്നിട്ട് രാവിലെ പൈസയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആ ഒരു കൺസെപ്റ്റ് മാറണം. പ്രത്യേകിച്ച് അവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുത്തു. നമുക്കറിയാം ഇവിടെ ട്രെയിനിങ് മേഖലയുണ്ട്. അവർക്ക് അതിൻ്റെ അഭിരുചിയുള്ളവർക്ക് അത് കൊടുക്കാം. അത് കൊടുത്തുകൊണ്ട് ഈ RPSഉം റബ്ബർ ബോർഡും ഒക്കെ ചേർന്നുകൊണ്ട് ആളുകളെ അവിടെ നിയമിക്കാം. അങ്ങനെ നിയമിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് അതിനുള്ള കാര്യം ആ ടാപ്പേഴ്സ് മേഖല ചെയ്യാൻ പറ്റും. പക്ഷേ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ട്രെയിനിങ് സെൻറ്റർ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, പുതിയ ഇത് അവരെ എത്തിക്കുക. സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, മുദ്ര ആയിക്കോട്ടെ, അങ്ങനെയുള്ള ലോണുകൾ അവൈലബിൾ ആണ്. അതുകൂടാതെ അവർക്ക് റോ മെറ്റീരിയൽസ് കൊടുക്കുക, അവരുടെ അതുകൊണ്ടായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിപണി കണ്ടെത്തി കൊടുക്കുന്നതും റബ്ബർ ബോർഡിൻ്റെ ഒരു ജോലിയായി കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിനുള്ള സാധിക്കും. അപ്പോൾ അവരെ അത്തരം മേഖലയിലേക്ക് പിടിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് യുവാക്കളെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് റബ്ബർ 15 വർഷത്തിനിടയ്ക്ക് റബ്ബർ പ്രൊഡക്ഷൻസ് RPSകൾ അതേപോലെ തന്നെ ഫീൽഡ് ഓഫീസുകൾ ഒക്കെ വളരെ നിർജ്ജീവമായി പോയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്റ്റാഫുകളില്ലാത്ത അവസ്ഥ, RPSകളുടെ പ്രവർത്തനം മന്ദഗതിയിലായി. അതേപോലെ തന്നെയാണ് ഈ റബ്ബർ കാർഷിക നഴ്സറികൾ ഇല്ലാതായി മാറി. കോട്ടയം ജില്ലയിൽ തന്നെ പരിശോധിച്ചാൽ വളരെ പരിമിതമായിട്ട് റബ്ബർ നഴ്സറികൾ പോലുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ കഴിയുമെന്ന് കരുതുന്നു. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ആളുകളുടെ കുറവ്, ഈ ഫീൽഡ് ഓഫീസുകളെല്ലാം അടഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ അത് വളരെ ശക്തമായ രീതിയിലുള്ള ഇടപെടൽ കൊണ്ട് അത്രയും ആളുകളെ നിയമിക്കാൻ പറ്റി. സയൻറ്റിസ്റ്റുകളുടെ കുറവുണ്ടായിരുന്നു, അത് നിയമിക്കാൻ പറ്റി. ഇപ്പോൾ നിലവിൽ എന്ന് പറയുന്നത് നമുക്കറിയാം, നോർത്ത് ഈസ്റ്റിൽ ഇവിടെ എല്ലാവരുടെ ഒരു വിചാരം എന്താ അവിടെയാണ് എല്ലാം ചെയ്യുന്നത്. അവിടെ പട്ടികവർഗ മേഖലയിലുള്ള ആളുകളാണ് കൂടുതൽ. അവിടെ കൊടുക്കുന്ന പൈസ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. അത് അറിയാൻ ഇവിടുത്തെ സാധാരണക്കാരൻ അറിയുന്നില്ല. പക്ഷേ അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വേറെ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുക. അപ്പോൾ അതുണ്ടാവാതിരിക്കാനുള്ള ഒരു ശ്രമം, അവർക്ക് ആ അവയർനെസ് കൊടുക്കുക, അവർക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി ഇത് മാറ്റം വരും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ ഇപ്പോൾ റബ്ബർ ബോർഡ് ചെയർമാനായി ഇനിയിപ്പം ബോർഡിലേക്കുള്ള ആളുകളുടെയൊക്കെ അല്ലെങ്കിൽ ബോർഡിൻ്റെ പുനഃസംഘടന അത് ഉടൻ പൂർത്തീകരിക്കപ്പെടും ഉറപ്പായിട്ടും. കാരണം നമുക്ക് ബോർഡ് യോഗം കൂടണമെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യും. ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ വരണം. അതാത് മേഖലയിലുള്ള ആളുകളുമായി ചർച്ച. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന മെമ്പർമാരെ നോമിനി. ഇപ്പം ചെറുകിട കർഷകർ, വൻകിട കർഷകർ, അങ്ങനെയുള്ള നോമിനികളാണ് നമുക്ക് വേണ്ടത്. വ്യവസായികൾ, എല്ലാ പ്രതിനിധികളും, എല്ലാ ആളുകളും ഉണ്ടാവണം അതിനകത്ത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താനുള്ള
നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അത് പൂർണ്ണമായി കഴിയുമ്പോൾ അത്തരത്തിലേക്ക് നമ്മൾ കൊണ്ടുവരും. തീർച്ചയായും ഏതായാലും കോട്ടയംകാരനായ ഒരു വ്യക്തി തന്നെ റബ്ബർ ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുമ്പോൾ റബ്ബർ കർഷകരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ മറികടക്കാൻ കഴിയുമെന്ന തന്നെ പ്രതീക്ഷയാണുള്ളത്. കോട്ടയത്തു നിന്നും പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.